പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് പൈലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ ശിവക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. ആ ശിവക്ഷേത്രത്തിൻ്റെ പേര് ധർമ്മി ശിവക്ഷേത്രം എന്നാണ്. നെല്ലിയാമ്പതി മലനിരകളുടെ മനോഹരമായ പശ്ചാത്തലത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ പാടശേഖരങ്ങൾക്കും മനോഹരമായ നെല്ലിയാമ്പതി മലനിരകൾക്കും നടുവിലാണ് ഈ ക്ഷേത്രമുള്ളത്. ശാന്തവും പ്രകൃതിരമണീയവുമായ അന്തരീക്ഷം ഭക്തർക്ക് മികച്ചൊരു ആത്മീയ അനുഭവം സമ്മാനിക്കുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ അംബിക ചേച്ചിയുടെ ഇൻട്രൊഡക്ഷനോടുകൂടി തുടങ്ങാം. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എങ്ങനാട് കോവിലകത്തിന് തെന്മലയോരത്തുള്ള ഏറ്റവും മനോഹരമായ അതിപുരാതനമായ സ്വയംഭൂവായ ശിവക്ഷേത്രമാണ് ശ്രീ ധർമ്മി ശിവക്ഷേത്രം. വളരുന്നു കരുണവരണ മരുണ സഹജ കേതന മോദം മേ വളരുന്നു കരുണ വരണം അരുണ സഹജ കേതന അജിത ഹരേ ജയ മാധവ വിഷ്ണു. ത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും മറ്റു പൂജാവിധികളെക്കുറിച്ചും നമുക്ക് ഇവിടുത്തെ തിരുമേനി മോഹനേട്ടനോടൊന്ന് ചോദിച്ചറിയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധർമ്മിയിലെ മേൽശാന്തിയാണ്. ഇവിടെ വന്നിട്ട് മെയിനായിട്ട് നമ്മളെ വേങ്ങനാട്ട് കോവിലം രാജാക്കന്മാരുടെ അമ്പലമാണ്. അവരെ കുടുംബത്തിലെ ആൾക്കാർ ഇവിടെ ഇന്ന് മോഹവർമ്മ പറഞ്ഞു അദ്ദേഹം വന്നുകൊണ്ടിരിക്കും. എല്ലാ വർഷവും കർക്കിടകം ലാസ്റ്റ് ദിവസം കർക്കിടകം 31-ാം തീയതി അദ്ദേഹത്തിൻ്റെ വകയാണുള്ള അന്നദാനം സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതോടൊപ്പം മുമ്പ് കാലങ്ങളിൽ ഈ ശിവക്ഷേത്രം കത്തിയില്ലായിരുന്നു. ഈ മൂലയിൽ കത്തി പിടിച്ചു അമ്പലം അടയ്ക്കുകയായിരുന്നു. ഇനി അവസാനം നമ്മുടെ പഞ്ചാക്ഷരം ജപം ഓം നമഃ ശിവായ എന്നുള്ള ജപം നാമം മുഴങ്ങിയിട്ടാണ് പിന്നെ വീണ്ടും തുറന്ന് അമ്പലം നവീകരണ കുംഭാഭിഷേകം. ഇതിൻ്റെ തന്ത്രി വന്നിട്ട് അണ്ടകാടി പരമേശ്വരൻ പ്രതിയാണ്. അദ്ദേഹം നമ്മുടെ കുംഭാഭിഷേകം ചെയ്യുന്നത് വർഷാവർഷമായുള്ള ആ പ്രതിഷ്ഠാദിനത്തിനും പങ്കുകൊള്ളും. പിന്നെ അതോടൊപ്പം ഈ 12 വർഷത്തെ 10 വർഷമായി ഈ 2 വർഷം കഴിഞ്ഞ് മഹാകുംഭാഭിഷേകം തുടങ്ങും. അങ്ങനെയാണ് ഈ അമ്പലം ഇതായത്. ധർമ്മി ശിവക്ഷേത്രം പറഞ്ഞാൽ ധർമ്മം നിറയെ അന്നത്തെ കാലത്ത് രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ധർമ്മം നിറയെ കൊടുത്താണ്, തീയായിട്ട് കൊടുത്താണ്. അതാണ് ഈ ധർമ്മി ശിവക്ഷേത്രത്തിന്റെ പേര് വരാൻ കാരണം. അപ്പോൾ നമ്മളെ ഈ കുഷ്ഠരോഗം ഉണ്ടെങ്കിലും ആ രോഗം മാറുന്നതാണ് അന്നത്തെ കാലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഇത് പോയി കിട്ടുന്ന പറയുന്നത്. അത്രയും പവറുള്ള ശിവനാണ്. ഇവിടെ ഉദയപാരായിട്ടുള്ള കന്നിമൂലയിൽ നാഗങ്ങളും അയ്യപ്പനും പിന്നിൽ ഗണപതിയും ശിവനും നന്ദിയാണ് മെയിനായിട്ട്. ശിവനും പാർവതിയും ഉണ്ടെങ്കിൽ മാത്രമേ ഫുൾ പ്രദർശനം വയ്ക്കാൻ പാടുള്ളൂ. ശിവൻ മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ പകുതി പ്രദർശനം മുറിക്കാൻ പാടില്ല. ഒന്ന് അങ്ങനെ തിരിച്ചു വന്ന് അങ്ങനെ വന്നാലും മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. അത് ഏത് ശിവക്ഷേത്രത്തിലായാലും അങ്ങനെയാണ്. ശിവനും പാർവതിയും ഉണ്ടെങ്കിൽ ഫുൾ വയ്ക്കാം. ഇവിടെ മെയിനായിട്ട് വർഷത്തിൽ നടക്കുന്ന ഉത്സവങ്ങളൊക്കെ ഇപ്പോൾ കർക്കിടക കഞ്ഞി ഒരു മാസം കൊടുത്തുകൊണ്ടിരിക്കും. രാമായണം വായിക്കൽ, കഞ്ഞി കൊടുക്കൽ, ഗണപതി ഹോമം, ഇതൊക്കെയാണ് എൻ്റെ പതിവ്. പിന്നെ ചിങ്ങമാസത്തിലെ ഉത്രാട ദിവസം ഉത്തിരി പായസം, ആ പായസം എല്ലാവർക്കും കൊടുക്കും. അത്തപ്പനാണ് ഇവിടെ കതിര് നിറയ്ക്കുക. കതിര് കൊണ്ടുവന്ന് ഭഗവാനെ കതിര് പൂജിച്ച് അമ്മയ്ക്ക് നെല്ലിൻ്റെ ആ കതിർമണി അത് നിറച്ച് ഭക്തജനങ്ങൾക്ക് പ്രസാദമായിട്ട് കൊടുക്കും. പിന്നെ ധാരയാണ് മെയിൻ. ശിവന് ധാരയാണ്. ആ കുളിർമ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നമുക്ക് ആ രോഗങ്ങളൊക്കെ രോഗാതി ദുരിതങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ കുളിർമ കിട്ടാൻ വേണ്ടി ശിവന് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നമുക്ക് ആദ്യമൊക്കെ പോയി കിട്ടുന്നത്. പിന്നെ പിൻവിളക്ക്, ഭഗവാന് പിൻവിളക്കാണ് പ്രാധാന്യം കൂടുതലാകുന്നത്. ആ പിൻവിളക്കും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഐതിഹ്യം എല്ലാം ഇതാണ്. പിന്നെ മൃത്യുഞ്ജോമം ഉണ്ടാകും. മൃത്യുഞ്ജോമത്തിന് അത്രയും പവറാണ്.
7 ദ്രവ്യങ്ങളായിട്ടാണ് ഹോമിക്കുന്നത്. ചിറ്റാമൃതത്തിൽ കേരാകുത്ത്, എള്ള്, കറുക, പാൽ, പായസം, ഇങ്ങനെ 7 സപ്തദ്രവ്യങ്ങളായിട്ടാണ് ഹോമം ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ലഘുവായിട്ടുള്ള ഇതൊക്കെയാണ് നമ്മുടെ 10 റുപ്യാണ് ധാര. ചെറിയ ചെറിയ വഴിപാടുകൾ എന്താ വെച്ചാൽ ഉള്ളേരിയ കൊണ്ട് നമുക്ക് അധികം പറയാൻ പറ്റില്ല. ചെറിയ ഗണപതി ഹോമത്തിനൊക്കെ 300 റുപ്യുള്ളൂ, മറ്റേ മൃത്യുഞ്ജോമത്തിനൊക്കെ 600 റുപ്യ. പക്ഷെ എന്നാലും 7 ദ്രവ്യം കൊണ്ട് നമ്മൾ ചെയ്യും. ആ മൃത്യുഞ്ജോമത്തിൻ്റെ പുക നമ്മൾ കൊണ്ടു കഴിഞ്ഞാൽ രോഗാദി ദുരിതങ്ങളൊക്കെ പോയി കിട്ടും. അത്രയും എന്തൊക്കെ രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അത്രയും പവറുള്ള ഇതാണ്. പിന്നെ കന്നിമാസത്തിൽ നവരാത്രി ഉത്സവം നടത്തും. ആദ്രാദർശനം പറഞ്ഞിട്ടുണ്ട്, ശിവന്റെ നക്ഷത്രത്തിന് ആദ്രാദർശനം. പിന്നെ അന്നപ്പടി, ഭഗവാന് അന്നം കൊണ്ട് മൂടി അന്നപ്പടി നടത്താറുണ്ട്. ഇതെല്ലാമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാസം തോറും നാഗങ്ങൾക്ക് 1000 പൂജ നടക്കും. കന്നിമാസത്തിൽ വിശേഷമായിട്ടും അത് നടക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ പറയാനുള്ളത്. നമസ്കാരം. ഓം നമഃ ശിവായ.